എങ്കിൽ നിങ്ങൾ സ്വീകരിച്ച സ്നാനം ഏതായിരുന്നു എന്ന് അവൻ ചോദിച്ചപ്പോൾ യോഹന്നാന്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ യോഹന്നാന്റെ കാര്യം മാത്രം പറഞ്ഞത്. യോഹന്നാൻ അവിടെ യോർദാൻ നദി സ്നാനം വെച്ച കാര്യം. അപ്പോൾ ആ സ്നാനത്തെ പറ്റി മാത്രമേ അവർക്ക് അറിയത്തുള്ളായിരുന്നു. എന്നാൽ ക്രിസ്തുവിലുള്ള യഥാർത്ഥമായിരിക്കുന്ന സ്നാനത്തിന്റെ അർത്ഥം അവർക്ക് ഗ്രഹിക്കാനെന്ന് വെളിപ്പാട് കിട്ടി, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായില്ല. അതിന് പൗലോസ് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത്, എന്റെ പിന്നാലെ വരുന്നവനായിരിക്കുന്ന യേശുവിൽ വിശ്വസിക്കണമെന്ന് അവൻ ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അവൻ മാനസാന്തര സ്നാനം പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞു, മനുഷ്യരും തമ്മിലുള്ള രീതിയിലായിരുന്നു ആ സ്നാനത്തെ പറ്റി ഉദ്ദേശം. എന്നാൽ എന്റെ പിന്നാലെ വരുന്നവനായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് അവൻ ജനത്തോടെ പറഞ്ഞു. ഈ സ്നാനം കൊടുക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പും കൂടിയാണ്. എന്നുവെച്ചാൽ അന്നത്തെ വരവിന്. പക്ഷെ അവരുടെ അടുക്കലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് വരുന്നതിന് അപ്പോഴെന്താണ്, ഇനി യേശുക്രിസ്തുവിൽ എന്റെ പിന്നാലെ ഒരുത്തിന് യേശുക്രിസ്തു അവൻ വരുന്നുണ്ട്, നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. സ്നാനപ്പെടുത്തി എന്റെ വാക്കല്ല, അവന്റെ വാക്ക് നിങ്ങൾ കേൾക്കേണ്ടത്. അപ്പൊ മാനസാന്തരത്തിനായിട്ടുള്ള അവനിൽ മാത്രമേ മാനസാന്തരം യഥാർത്ഥമായിട്ട് പൂർണ്ണമാകുന്നുള്ളൂ, ക്രിസ്തുവില്ല. അപ്പൊ ആ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ ചെല്ലാൻ വേണ്ടിയിട്ടത്രേ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ വന്നിട്ട് അപ്പന്റെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പനോടും നിരപ്പിക്കുമെന്ന് മാലാഖി പ്രവചനം അവസാനം എഴുതിയിട്ടുണ്ട്. ആ യോഹന്നാനാണ് ഞാൻ. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. നോക്ക്, നമ്മൾ പലപ്പോഴും പറയും ഞങ്ങൾ കുഞ്ഞിരി ഒന്ന് സ്നാനമേറ്റല്ലയോ. അല്ല, ആദ്യം ഒന്ന് സ്നാനമേറ്റായിരുന്നു അവര്. ഈ അറിവില്ലാത്ത ശിഷ്യന്മാരുടെ കൈക്ക് യോഹന്നാന്റെ സ്നാനം അവർ ഏറ്റു. അത് 19:2 അതാണ് അവരുടെ നിങ്ങൾ വിശ്വസിച്ച ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചാല് പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എങ്കിൽ നിങ്ങൾ സ്വീകരിച്ച സ്നാനം ഏതായിരുന്നു? അപ്പൊ നിങ്ങൾ സ്നാനമേറ്റാണല്ലോ. അതെ, ആ സ്നാനം എന്താണ്? അത് യോഹന്നാന്റെ സ്നാനമായിരുന്നു. ആ യോഹന്നാന്റെ സ്നാനമല്ല, ഇതാ ഞങ്ങൾ പറഞ്ഞത് യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചത്, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് അവൻ ജനത്തോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം പറ്റും. അപ്പൊ ഒരു സ്നാനം ഇന്നലെ ഏറ്റതാ, അത് ചിലപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയായിരുന്നായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമായിരുന്നായിരിക്കാം. പക്ഷെ ആ സ്നാനത്തിന് വിലയില്ല എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ, എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നാനപ്പെടുത്തുവാൻ അവർ തന്നെ ആവശ്യപ്പെട്ടു കാണും. അപ്പൊ പൗലോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, അല്ല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. എന്നിട്ട് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. നോക്കിയേ, പെട്ടെന്ന് അവരാൾ മാറി.